പീച്ചിങ്ങ എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇത് വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അത് തോലൊക്കെ നന്നായി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലി, കുറച്ച് ഉഴുന്ന്, ഒരു 5-6 വറ്റൽമുളക്, ഒരു ചെറിയ സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഉഴുന്നൊക്കെ ഒന്ന് നല്ലോണം കളർ മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചുമന്നുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത്. ചുവന്നുള്ളി അല്ലെങ്കിൽ നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. നല്ലോണം മിക്സായ ശേഷം കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം ഒന്ന് നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് പീച്ചിങ്ങ നുറുക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തന്നെ വെന്തോളും. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം, ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മിക്സിയിൽ ആദ്യം ഒന്ന് ചതച്ചെടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ദോശയ്ക്കും ചോറിനും ഒക്കെ പറ്റിയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക് യു.